രാവിലെ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് നോക്കിയിട്ടുണ്ടോ? നമുക്കിന്ന് ഒരു 6ഓളം സെൻറ്റൻസ് നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. രാവിലെ നിങ്ങൾ ഉറക്കം എണീറ്റ് ബെഡിലിരിക്കുവാണ്, കണ്ണൊക്കെ പതുക്കെ തുറന്ന് നോക്കുന്നു. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു കോള് വരുന്നു. അപ്പോൾ നിങ്ങൾ ആ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറയുവാണ്, ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. എങ്ങനെയാണ് പറയുന്നത്? ഐ ജസ്റ്റ് വോക്കപ്പ്. ഞാനിപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. ഐ ജസ്റ്റ് വോക്കപ്പ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ കണ്ണ് ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഉറക്കം വിട്ട് മാറിയിട്ടില്ല. നിങ്ങളുടെ കണ്ണിൽ ഉറക്കം തൂങ്ങി തന്നെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ എന്താ പറയുക? ഐ എം സ്റ്റിൽ സ്ലീപ്പി. ഇപ്പോഴെനിക്ക് ആ ഉറക്കത്തിൻ്റെ ക്ഷീണം വിട്ടു മാറിയിട്ടില്ല. ഐ എം സ്റ്റിൽ സ്ലീപ്പി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് നിങ്ങളെ ആരോ അപ്പുറത്തെ മുറിയിൽ നിന്ന് വിളിക്കുവാണ്. നിങ്ങൾ പെട്ടെന്ന് വിളിക്കുന്നു. അപ്പം നിങ്ങൾ പറയണം, എനിക്ക് ഒരു ഇച്ചിരി കൂടെ സമയം വേണം, ഞാനിപ്പോൾ വരാം. ഐ നീഡ് എ ഫ്യൂ മോർ മിനിറ്റ്സ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പതുക്കെ ഇറങ്ങി ലിവിങ് റൂമിലോട്ട് പോകുന്നു. അവിടെ നിങ്ങളുടെ ഫാമിലിയൊക്കെ ഇരിക്കുവാണ്. അപ്പം നിങ്ങൾ ചോദിക്കണം, എല്ലാവരും നന്നായിട്ട് ഉറങ്ങിയോ? ഡിഡ് യു സ്ലീപ്പ് വെൽ? നന്നായിട്ട് ഉറങ്ങിയോ? ഡിഡ് യു സ്ലീപ്പ് വെൽ? ഇത് ചോദിച്ചിട്ട് നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇന്നൊരു മീറ്റിംഗ് ഉണ്ട് 9 മണിക്ക്. അപ്പം നിങ്ങൾ പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സംസാരിച്ചിട്ട് ഇരുന്നതിനിടയ്ക്ക് സമയമായി. അപ്പം നിങ്ങൾക്ക് 8:30 അപ്പോൾ 9 മണിക്കാണ് മീറ്റിംഗ്. അപ്പം നിങ്ങൾക്ക് ഇനി ഒരു അരമണിക്കൂറേ ഉള്ളൂ. അപ്പം നിങ്ങൾ എങ്ങനെ പറയുന്നത്? ഐ എം റണ്ണിങ് ലേറ്റ്. ഞാനിപ്പോൾ ലേറ്റായി, ഓൾറെഡി ഞാൻ ലേറ്റായി. ഐ എം റണ്ണിങ് ലേറ്റ്. അപ്പം നിങ്ങൾ ഇനിയിപ്പം എന്താ ചെയ്യേണ്ടത്? ഒരുങ്ങാൻ വേണ്ടിയിട്ട് കുളിക്കാൻ പോകണം. അപ്പം നിങ്ങളുടെ ആരാണ്ട് പറയണം, ഇനി ഒത്തിരി കുളിച്ചെടുത്ത് നിന്നിട്ട് സമയമാവില്ലേ? അപ്പം നിങ്ങൾ എന്താ പറയുക? ഐ വിൽ ടേക്ക് എ ക്വിക്ക് ഷവർ. ഞാനൊരു കാക്കക്കുളി കുളിച്ചിട്ട് വരാമെന്ന് പറയില്ലേ? അതുപോലെ ഐ വിൽ ടേക്ക് എ ക്വിക്ക് ഷവർ. പെട്ടെന്ന് കുളിച്ചിട്ട് വരാം. അപ്പോൾ നിങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞു. എന്നിട്ട് നിങ്ങൾ പതുക്കെ കിച്ചണിലേക്ക് പോയി വൈഫിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട ആരുടെ ചോദിക്കുവാണ്, ഇന്ന് രാവിലെ കഴിക്കാൻ എന്താ ഉള്ളത്? വാട്ട്സ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് നോക്കിയെന്നുള്ളൂ. ഇനി വരും ക്ലാസ്സിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് സിറ്റുവേഷനിൽ ഏത് സെൻറ്റൻസ് സംസാരിക്കുന്നതാണ് കൂടുതലായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ തോന്നുന്നത്? നിങ്ങളിതെല്ലാ സെൻറ്റൻസും പ്രാക്ടീസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാം വ്യക്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇങ്ങനെ ഓരോരോ ദിവസവും കുറച്ചായിട്ട് പഠിച്ചു പോയാൽ തീർച്ചയായിട്ടും യുവർ ഇംഗ്ലീഷ് വിൽ ബി ബെറ്റർ. യു ക്യാൻ മേക്ക് യുവർ ഇംഗ്ലീഷ് മോർ ഫ്ലുവൻറ്റ്. ഓക്കെ, സോ പ്രാക്ടീസ്. നിങ്ങൾ അത് വിട്ടുകളയരുത്. കൺസിസ്റ്റൻസി ഈസ് ദി ഗ്രിപ്പ്. കൺസിസ്റ്റൻസി ഈസ് ഓൾ. എന്ത് കാര്യം നേടണമെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി അത്യാവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് കീപ് പ്രാക്ടീസിങ്. താങ്ക് യു.